വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ ഓരോ പാഠം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു 8ാം ക്ലാസ്സിൽ 1ാം പാഠം വളരെ മാർക്ക് അടിസ്ഥാനത്തിൽ വളരെ വെയിറ്റേജ് കൂടിയൊരു പാഠഭാഗമാണ്. അപ്പം നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് വേർതിരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ബയോളജിയിലെ കാര്യങ്ങൾ വെൽ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടും ഓരോ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ് ഒക്കെ കേട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്ക് വഴിയൊക്കെ നിങ്ങൾക്ക് യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ മിസ് വന്നിരിക്കുന്ന ഒരു ചെറിയ കാര്യം പഠിക്കാനുണ്ട്. പക്ഷേ ചെറുതാണെങ്കിൽ എന്താണ് ഇമ്മിണി വലിയ ഒന്നാണ് അല്ലേ, വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതായത് എന്താണ് പ്ലാസ്റ്റിഡുകൾ, എന്താണ് വാട്ട് ആർ പ്ലാസ്റ്റിഡ്സ്? നമ്മുടെ സെല്ലിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആനിമൽ സെല്ലിൽ ഇല്ലാത്തതും പ്ലാന്റ് സെല്ലിൽ ഉള്ളതുമായിട്ടുള്ള ഒരു സെൽ ഓർഗനൽ അല്ലെങ്കിൽ കോശാംഗമാണ് നമ്മുടെ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ആനിമൽ സെല്ലിൽ ഇല്ല, പക്ഷെ പ്ലാന്റ് സെല്ലിൽ ഉള്ള ഒരു സെൽ ഓർഗനലാണ്. ഓൺലി പ്രസന്റ് ഇൻ, ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടത് എന്താണ്? ഓൺലി പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ, ഓൺലി പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ, അതായത് സസ്യകോശത്തിൽ മാത്രം കാണുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഈ പ്ലാസ്റ്റിഡുകൾ അല്ലെങ്കിൽ ജൈവ കളങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ് നമ്മുടെ സസ്യകോശത്തിൻ്റെ ഉള്ളിൽ കാണുന്നത്, അതായത് പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പം 3 പ്ലാസ്റ്റിഡുകൾ ഏതാണെന്ന് അറിയണ്ടേ? ഒന്നാമത്തേതാണ് നമ്മുടെ ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം എന്ന് പറയുന്നത്. എന്താണ് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം? രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. അപ്പം പ്ലാസ്റ്റിഡുകളാണ് നമ്മൾ പഠിക്കുന്നത്, ജൈവ കണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ജൈവ കണങ്ങളിൽ 3 എണ്ണം അതിൻ്റെ ആ ഒരു ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം, ല്യൂക്കോ അല്ലെങ്കിൽ ശ്വേതകണം. ക്രോമോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്രോമോ എന്ന് പറഞ്ഞാൽ നിറം എന്ന് തന്നെയാണ് അർത്ഥം, പലതരത്തിലുള്ള നിറങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ നിറങ്ങൾ കൊടുക്കാൻ കഴിവുള്ള, ഗിവ് കളേഴ്സ്, നിറങ്ങൾ നൽകാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം എന്ന് പറഞ്ഞത്. പല വർണ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു. ഈ ക്രോമോപ്ലാസ്റ്റിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? 3 തരത്തിൽ പിഗ്മെൻറ്റുകളുണ്ട് അല്ലെങ്കിൽ 3 തരത്തിൽ വർണ്ണക്കണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ സാന്തോഫിൽ എന്ന് പറയുന്നത്. മഞ്ഞ നിറം കൊടുക്കുന്നു. എന്താണ് സാന്തോഫിൽ? മഞ്ഞ നിറം. നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ പഴുത്ത് കഴിയുമ്പോൾ നല്ല സ്വീറ്റ് യെല്ലോ കളർ ആവൂലേ, ആ മഞ്ഞ നിറം കൊടുക്കുന്നത് ആരാണ്? സാന്തോഫിൽ എന്ന് പറഞ്ഞ ഒരു വർണ്ണകണമാണ്. രണ്ടാമത്തേത് നമ്മുടെ കെരോട്ടിൻ. കെരോട്ടിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്യാരറ്റ് എന്ന് ഓർത്താൽ മതി. കെരോട്ടിൻ എന്ന് ആലോചിക്കുമ്പോൾ ക്യാരറ്റ് നിങ്ങൾ ഓർത്താൽ മതി. ക്യാരറ്റിന് ഒരു ഓറഞ്ച് കളർ അല്ലേ, യെല്ലോയിഷ് ഓറഞ്ച് കളർ. ആ മഞ്ഞ കളറിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ കെരോട്ടിൻ എന്ന് പറഞ്ഞ വർണ്ണകണമാണ്. മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ ആന്തോസയാനിൻ. എന്താണ് ആന്തോസയാനിൻ? ആന്തോസയാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ചുവന്ന ചീരയിലൊക്കെ കൊടുക്കുന്ന ചുവന്ന കളറ്, ചില ഇലച്ചെടികളിലൊക്കെ നല്ല റെഡ് കളറാണ്, ഒരു പർപ്പിൾ കളറൊക്കെ. ആ ചുവപ്പും പർപ്പിളും കളർ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ആന്തോസയാനിൻ എന്ന പിഗ്മെൻ്റാണ്. അപ്പം വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റിൽ 3 പിഗ്മെൻ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സാന്തോഫിൽ യെല്ലോ കളർ കൊടുക്കുന്നു, കെരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കളറിന് ഓറഞ്ച് കളറും കൊടുക്കുന്നു, ആന്തോസയാനിൻ ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ, റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളർ കൊടുക്കുന്നു. ഇതാണ് നമുക്ക് വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ആൾ നമ്മൾ പറഞ്ഞു എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം അല്ലേ. ഹരിതകണം എന്താണ്? ഹരിതകമാണ് ഉണ്ടാക്കുന്നത്. ഹരിതകം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു? പ്രകാശത്തെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശ സംശ്ലേഷണം നടത്താൻ നമ്മളെ സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണമാണ്. ക്ലിയർ ആയോ? ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരാളും കൂടിയുണ്ട്, നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റ്, ശ്വേതകണം. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം എന്ന് പറയുന്നത് എന്താണ്? ല്യൂക്കോ, അവിടെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, കളർ ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇതിന് പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്റ്റോറേജ് ഓഫ് ഫുഡ്, അതായത് ഭക്ഷണത്തെ സ്റ്റോർ ചെയ്യുക, സംഭരിച്ച് വെക്കുക. സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരത്തെ സംഭരിച്ച് വെക്കുന്നത് ഈ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണത്തിലാണ്. അതായത് ചില രീതിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഈ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുന്നു? ഷുഗറാക്കി
അന്നജമായിട്ട് സ്റ്റോർ ചെയ്യുന്നു, പക്ഷെ അതിനെ പഞ്ചസാരയാക്കി മാറ്റുന്നതും എവിടെയാണ്? ലൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണത്തിലാണ്. അപ്പം നമ്മൾ 3 പ്ലാസ്റ്റിഡ് പഠിച്ചു, അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് ധർമ്മവും പഠിച്ചു. ഇതൊരു 3 മാർക്ക് വരെ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഷോർട്ടായിട്ട് പഠിക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പം എന്ത് ചെയ്യുക, ഇത് നല്ല രീതിയിൽ പഠിച്ച് സെറ്റായിട്ട് വേണം നിങ്ങളെ കാണാൻ വരിക മിസ് കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയാക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.